പ്രിയരെ, അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്, ശേഖരിക്കുന്നവൻ കർത്താവിൽ ശേഖരിക്കട്ടെ എന്നുള്ളൊരു തിരുവചനമാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന കൃപാവരം എന്താണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോകാറുണ്ട്. ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ല. കാരണം മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപാവരം കടന്നു വരാതെ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഉന്നതമായ നേട്ടങ്ങളിലേക്ക് ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ബൈബിളിൽ വളരെ മനോഹരമായൊരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നോഹിൻ്റെ പുത്രൻ നിമ്രോദിൻ്റെ ജീവിതമാണ്. പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു, അതിബുദ്ധിമാനായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ മനുഷ്യനാണ്. മണ്ണ് കുഴച്ച് ചുട്ടെടുത്ത് നല്ല കട്ടിയുള്ള ഇഷ്ടികയാക്കി മാറ്റാമെന്ന് ലോകത്ത് ആദ്യം കണ്ടുപിടിച്ച മനുഷ്യൻ നിമ്രോദാണെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ഈ നിമ്രോദ് ഈ ഒരു മഹത്തായ കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞപ്പോൾ അവനൊരാഗ്രഹമുണ്ടായി, ഈ ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ടൊരു ഗോപുരം ഉണ്ടാക്കണം. ആ ഗോപുരം ദൈവത്തിൻ്റെ ആലയത്തോളം വലുതായിരിക്കണം. സഹോദരങ്ങളെയും കൂട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവൻ അത്തരത്തിലുള്ളൊരു ഗോപുര നിർമ്മിതിക്കകത്ത് ഏർപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞു ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ദൈവത്തിന് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടി ഇറങ്ങി വരേണ്ട ഗതികേട് വരെ സംഭവിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ആ നിമിഷം അവരുടെ ഭാഷയെ ദൈവം പലതാക്കി ചിതറിച്ച് കളഞ്ഞു. ഒരിക്കലും നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാതെ ആ ഗോപുരം തകർന്നു പോവുകയും ചെയ്തു. പക്ഷെ നീ എപ്പോഴും ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നീ ഒരു വളർച്ച ആഗ്രഹിക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൻ്റെ ശേഖരണം ആരംഭിക്കുക. അവിടെ നിന്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ കൃപാവരം ദൈവം നൽകുക തന്നെ ചെയ്യും. അബ്രഹാത്തിന് ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കി. ഹരാനിലേക്ക് ദൈവമായ കർത്താവ് വിളിച്ച് അവനെ കൈചൂണ്ടി ഇടത്തിലേക്ക് വിടുമ്പോൾ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന ആ വിശ്വസ്തൻ്റെ ജീവിതം പിന്നീട് സമ്പന്നതയുടെ ഏറ്റവും വലിയ ശേഖരണമായി മാറി. വിശ്വാസത്തിൽ സമ്പന്നനായി മാറി, ഭൗതിക നേട്ടങ്ങൾക്കകത്ത് സമ്പന്നനായി മാറി. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ഒട്ടി നിന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലും നിരാലംബരായി പോകില്ല, നിരാശരായി പോകില്ല. അവർ കർത്താവിൻ്റെ മഹത്വത്തിലും കൃപാവരത്തിലും അണിയിച്ചൊരുക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവമേ എന്നുള്ളൊരു വിളി ഏത് പ്രവൃത്തിയുടെ മുമ്പിലും നിൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോകരുത്. ദൈവമേ എന്നെപ്പോഴും വിളിച്ചുകൊണ്ട് ജീവിക്കുക, നന്ദി പറഞ്ഞ് ജീവിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഈശോയെ, ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ഒന്ന് സമൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അനുഗ്രഹിക്കണമേ. ആമേൻ.